ഹായ് ഫ്രണ്ട്സ്, നമുക്ക് പച്ച പപ്പായ കൊണ്ട് ഒരു ഷേക്ക് ആയാലോ. അധികം വിളയാത്ത പപ്പായ എടുത്ത് തൊലി മൊത്തം ചെത്തി മാറ്റി നല്ല വൃത്തിയായി കഴുകി വാരി എടുക്കുക. ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 1, 2, 3 വിസിൽ കേൾപ്പിക്കുക. ശേഷം അത് വെള്ളം ഊറ്റി തണുക്കാനായിട്ട് അനുവദിക്കുക. തണുത്ത ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ആവശ്യത്തിന് പഞ്ചസാര ചേർക്കുക. ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിക്കുക. ശേഷം നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഫ്ലേവറിന് വേണ്ടിയിട്ട് അരച്ച ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റുക. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള മൊത്തം പപ്പായയും ഇങ്ങനെ അരച്ച് മാറ്റുക. 1, 2 പ്രാവശ്യം മാത്രം വാനില എസൻസ് ചേർത്താൽ മതിയാവും, കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് അരയ്ക്കുക. ഓരോ പ്രാവശ്യം അരയ്ക്കുമ്പോഴും ആവശ്യമുള്ള പഞ്ചസാര ചേർക്കാൻ മറക്കണ്ട. അരച്ച ശേഷം നമുക്ക് ഒരുമിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി കട്ടയായ പാല് അത് ഒരു ജാറിലേക്ക് ഇടുക. ജസ്റ്റ് ഒന്ന് കുത്തി ഉടച്ച ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കാം. പിന്നെ പാൽപ്പൊടിയോ ഹോർലിക്സോ കാഷ്നട്ടോ ഒക്കെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ 10 രൂപയുടെ പാക്കറ്റ് പാൽപ്പൊടിയാണ്. അതിപ്പോൾ ഒരു 4 പാക്കറ്റ് എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുതിർത്ത കശുവണ്ടി 1 കപ്പോളം എടുക്കുന്നുണ്ട്. ഹോർലിക്സ് അതും 1, 2 പാക്കറ്റ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഇങ്ങനെ ഓരോന്നും അരച്ചത് നമ്മൾ ഒരു ബൗളിലേക്ക് ഒഴിച്ചു വയ്ക്കുന്നു. ഒരു ഗ്ലാസ്സിലേക്ക് അല്ലേ, ഇതിപ്പോൾ ക്ലാസ്സിലേക്ക് ആയതുകൊണ്ടാണ്, ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതുകൊണ്ടാണ് ഒരു ബൗളിലേക്ക് എടുക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം പപ്പായയും അതിനകത്തേക്ക് പഞ്ചസാരയും ക്രഷ്ഡ് പാലും പാൽപ്പൊടിയും ഹോർലിക്സും കാഷ്നട്ടും കൂടി ഇട്ട് അരച്ച് ഒരു ഗ്ലാസ് ജാറിലേക്ക് ഒഴിച്ച് കഴിക്കാൻ കൊടുക്കാവുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി ഉപയോഗിച്ച് അലങ്കരിക്കുകയും ചെയ്യാം. അതും പപ്പായ തന്നെ ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലാസ്സിലേക്ക് ആയതുകൊണ്ട് എല്ലാം കൂടി അരച്ചരച്ച് ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് അത് നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്ലാസ്സിലായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതല്ല വീട്ടിൽ ഗസ്റ്റ് വരുമ്പോഴേക്കാണെങ്കിൽ നമുക്ക് എപ്പോഴും 1, 2 അല്ലെങ്കിൽ 3 ഗ്ലാസ്സിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. അതപ്പോൾ തന്നെ ഒരു ജാറിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ നേരെ ഗ്ലാസ് ജാറിലേക്ക് ഒഴിച്ച് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏകദേശം പച്ച പപ്പായ ഷേക്ക് അടിക്കുന്നതിനെ കുറിച്ച് എല്ലാവർക്കും അറിവായി കാണും എന്ന് വിശ്വസിക്കുന്നു. എളുപ്പമാണ്. ഒരു ചെറിയ പപ്പായ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കുക്കറിനകത്ത് വേവിച്ചെടുത്തു, പഞ്ചസാര എടുത്തു, പാല് ചേർത്തു, പാൽപ്പൊടി ചേർത്തു, കാഷ്നട്ട് ചേർത്തു, ഹോർലിക്സ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പപ്പായ ഷേക്ക് റെഡിയാണ്. അത്യാവശ്യം നല്ല ഒരു സാധനമാണ്. കുട്ടികൾക്കും വയറിനും മനസ്സിനും നിറയുന്ന ഒരു ഡ്രിങ്കാണ് പച്ച പപ്പായ ഷേക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.